ആരെല്ലാം ഉണ്ടോ? വേറെ ആരുമില്ല. ആരുമില്ല. അമ്മച്ചി മാത്രം ചേട്ടൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെല്ലാനം മറവക്കാട് വേളാങ്കണ്ണി മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ മുൻപിലാണ്. വേളാങ്കണ്ണി മാതാവിൻ്റെ അത്ഭുതം നടക്കുന്ന ഒരു വലിയ ദേവാലയമാണ് ഈ മറവക്കാട് മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഈ വേളാങ്കണ്ണി പള്ളി. അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. നമുക്ക് പള്ളിയിലെ കാഴ്ചകളിലേക്ക് പോകാം. ഈ കാണുന്നതാണ് ചെല്ലാനം മറവക്കാട് വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളി. 1983 ആരോഗ്യമാതാവിൻ്റെ അത്ഭുത രൂപം ഇവിടെ സ്ഥാപിതമായത്. തമിഴ്നാട്ടിലെ നാഗപട്ടണത്തെ വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയിലെ ആ രൂപത്തോട് സാദൃശ്യമുള്ള ഒരു രൂപമാണ് ഇവിടുത്തെയും രൂപം. ഇവിടുത്തെ വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒരു കിണറുണ്ട്. ആ കിണറിലെ വെള്ളം ഒരിക്കലും വറ്റത്തുമില്ല. അതുകൂടാതെ ഈ കടലിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന കിണറാണെങ്കിലും എപ്പോഴും ഉപ്പില്ലാത്ത നല്ല വെള്ളമാണ് ആ കിണറ്റിലെ വെള്ളം. ഞാനിവിടെ വന്നപ്പോൾ അവർ ഇവിടുത്തെ ആൾക്കാരെനിക്ക് രുചിച്ച് നോക്കാൻ തന്നു. നല്ല വെള്ളമാണത്. ഈ കടലിനെ നോക്കിക്കേ, ഈ കിണറും കടലുമായിട്ട് ഇത്രയും ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കിണറ്റിലെ വെള്ളത്തിന് തുള്ളി പോലും ഉപ്പില്ല. അതാണ് പ്രത്യേകത. രണ്ടാമത്തത്, ഈ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ്. നല്ല കണ്ണുനീര് വെളുത്ത് നല്ല ഭംഗിയുള്ള വെള്ളമാണ്. കാണാൻ നല്ല തെളിച്ചമുള്ള വെള്ളമാണ്. നമ്മൾ ഓർക്കും ഈ ഇത്രയും കടലിനടുത്തായതുകൊണ്ട് എങ്ങനെയാണ് ഒന്ന് കാണിച്ചു തരാം. നോക്കിക്കോണം. ഈ കിണറിൻ്റെ ഉൾവശം കാണിച്ചു തരാം. ഇങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ കിണറ്റിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു തെളിച്ചം എന്താണെന്നുള്ളത്. ഇവിടെ എല്ലാ ശനിയാഴ്ചയുമാണ് നൊവേന നടക്കുന്നത്. മാതാവിൻ്റെ നൊവേന ഈ പള്ളിയിൽ രാവിലെ 5:30 നൊവേനയും കുർബാനയും. അതുകൂടാതെ 9:30 നൊവേനയും കുർബാനയും. പിന്നെ വൈകുന്നേരം 4 മണിക്ക് നൊവേനയുണ്ട്. ധാരാളം ആൾക്കാർ ഈ നൊവേനയിൽ സംബന്ധിച്ച് ധാരാളം അനുഗ്രഹങ്ങൾ നേടാറുണ്ട്. ഈ കടലിൻ്റെ ഇപ്പോൾ ഈ കടലിന് പുലിമുട്ട് ഉണ്ട് ഇതിൻ്റെ സൈഡിൽ. മുമ്പ് പുലിമുട്ടോ അങ്ങനെ ഒന്നും ഇല്ലാഞ്ഞു. ഈ കാണുന്ന ഒരു പ്രകൃതമല്ല മഴക്കാലം വന്നാൽ ചെല്ലാനം എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ പ്രശ്നം. വെള്ളം കരയിലേക്ക് അടിച്ചു കയറും. മുട്ടപ്പം വെള്ളമായിരിക്കും എല്ലായിടത്തും. വീടുകളിലൊക്കെയാണ് നല്ല രീതിയിൽ വെള്ളം പൊങ്ങി വീട്ടിലെ ഉപകരണങ്ങൾ നശിച്ചു പോകുന്ന ഒരു രീതിയായിരുന്നു. ഇപ്പോൾ പുലിമുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിന് പൂർണ്ണമായിട്ട് ആയിട്ടില്ല, കുറച്ചുകൂടെ പണി തീരാനുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല അവർക്ക്. ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ ദേവാലയത്തിൻ്റെ ഉൾവശമാണിത്. ഈ പള്ളിയുടെ ഉള്ളിൽ ഇന്ന് എല്ലാ മാസത്തിൻ്റെ 4ാമത്തെ വെള്ളിയാഴ്ചയാണ്. ഇവിടുത്തെ ജനങ്ങൾ, ഇടവക ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഏകദേശം 10, 30, 40 പേരുണ്ടാകും. അവർ അഖണ്ഡ ജപമാലയാണ് ഈ പള്ളിയിൽ ചെല്ലുന്നത്. രാവിലെ 10 മണിക്ക് തുടങ്ങിയെന്നാൽ വൈകുന്നേരം 4 മണി വരെ അവർ അഖണ്ഡ ജപമാല ചൊല്ലുന്നുണ്ട്. ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ ഓഫീസ്, കുമ്പസാരിക്കാനുള്ള സൗകര്യം, കുർബാനപ്പണം, സാരി നേർച്ച, അടിമ സമർപ്പണം. പിന്നെ ഇവിടെ കഞ്ഞി വയ്ക്കുന്നുണ്ട്. അതിനുള്ള ധനസഹായം, അങ്ങനെ എല്ലാം കൊടുക്കാൻ പറ്റും. ഇവിടുത്തെ ഒരു ചാപ്പലുണ്ട്. ഈ ചാപ്പലിൻ്റെ പേര് ശാന്തിതീരം എന്നാണ്. ഈ ഭാഗത്താണ് ഇവിടുത്തെ പഴയ പള്ളി ഉണ്ടായിരുന്നത്. ഈ ചാപ്പലിനകത്താണ് വേളാങ്കണ്ണി മാതാവിൻ്റെ യഥാർത്ഥ രൂപം ഇരിക്കുന്നത്. നൊവേനയും എല്ലാം നടക്കുന്നത് ഈ ചാപ്പലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ സ്ഥലത്താണ്. ഇതാണ് വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം. എന്താ ഒരു ഫീലല്ലേ, കൊള്ളാം. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പിന്നെയും ഇവിടെ വരണം എന്ന് തോന്നും. കാര്യം അവർക്ക് നല്ല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. ഒരു ചെറിയ ചാപ്പലാണ്, എന്നാലും കൊള്ളാം. ചാപ്പലിൻ്റെ പുറകുഭാഗത്തായിട്ട്, അതായത് കടലിനോട് ചേർന്ന് തന്നെ നിലവിളക്ക് എത്തിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. കൊച്ചി രൂപതയുടെ കീഴിലുള്ള ഒരു പള്ളിയാണിത്. എറണാകുളത്ത് നിന്ന് തെക്കോട്ട് മാറി കടലിനോട് ചേർന്ന് ചെല്ലാനം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലുള്ള ഒരു ദേവാലയമാണ് ഈ വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളി. മുൻകാലങ്ങളിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവിടെയുള്ള കടലിലെ കക്ക ഇല്ലേ, കക്ക, അതിനകത്ത് ഈ മാതാവിൻ്റെ രൂപം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഈ പള്ളിയുടെ മുൻഭാഗത്ത് സൈഡിലായിട്ട്
ഒരു അമലപ്പ മാതാവിൻ്റെ ഒരു രൂപം പ്രതിഷ്ഠിക്കുന്നുണ്ട്. അത് ഈ 2025 ഡിസംബർ 8-ാം തീയതി അന്ന് ഇവിടെ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടിയാണ്, ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ പണി തീർന്ന് ഉദ്ഘാടനം ചെയ്യുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ വേളാങ്കണ്ണി പള്ളി വന്നപ്പോൾ ഇവിടെ ഒരു കാര്യം കണ്ടേ. അതായത് എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയുണ്ട് ഇവിടെ. ഭക്ഷണം ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. ആ ചേച്ചി ഞാൻ പരിചയപ്പെട്ടു. ആ ചേച്ചിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ചേച്ചിയുടെ പേരെന്താണ്? റീത്താമ്മ. അപ്പൊ ചേച്ചിയാണല്ലോ ഇവിടെ ഭക്ഷണം ഒരുക്കുന്നത്, എല്ലാവർക്കും ഒരുക്കുന്നത്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഉണ്ട്. 12:30 കൊടുക്കും. ഇവിടെ വന്ന 10-20 പേരുണ്ട് വിധവകൾ. അവർക്ക് ചോറ് അവർക്ക് കൊടുക്കുകയും ചെയ്യും, കഴിക്കാൻ കൊടുക്കുകയും ചെയ്യും. വീട്ടിൽ അടുത്ത കൊടുത്തുഴക്കും. പിന്നെ ഇവിടെ ആരെല്ലാം വന്ന് നേർച്ച ചോറാണെങ്കിൽ ഇത്തിരി തരുവാന്ന് ചോദിക്കും. അപ്പൊ എല്ലാവർക്കും കൊടുക്കും. പിന്നെ അച്ഛന് ഇതേ കറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അച്ഛൻ പറയും അച്ചാറും കൂട്ടിങ്ങയും കൊടുത്തു തരട്ടാന്ന് പറയും. ഇവിടെ ഉണ്ട് എന്റെ സഹായികൾ വരാനില്ല. അങ്ങനെയൊക്കെ ചെയ്തു കൊണ്ടു. ഡെയിലി 50 പേരെ ഭക്ഷണം ഉണ്ടാവും. കറിയൊക്കെ കറി ഇന്ന് ചിക്കൻ. ഇപ്പൊ ഈ ആഴ്ചയില് മുഴുക്കനും ചിക്കനും ഇറച്ചിയും തന്നെ. ഇന്നിപ്പോ സാമ്പാറാണ്. ഈ പ്രാർത്ഥനക്കാരായിട്ട് വെള്ളിയാഴ്ച ഉണ്ട് സാമ്പാറും പച്ചക്കറി, ഒരു തരം പച്ചക്കറി, സാമ്പാറും ഒരു അച്ചാറും ഉണ്ടാവും. അങ്ങനെ വെള്ളിയാഴ്ച പാടും. ബാക്കിയുള്ള ദിവസങ്ങൾ ഇറച്ചിയും മീന്, കോഴി വാങ്ങിയാണ് കൊടുക്കുന്നത്. എല്ലാ ദിവസവും മുട്ട. ഭക്ഷണം സ്പോൺസർ ചെയ്യുമോ എല്ലാവരും? സ്പോൺസർ ചെയ്യണവരുണ്ട്. ഇല്ലാത്തവരാണെങ്കിൽ അച്ഛന്റെ കയ്യിൽ നേർച്ചയായിട്ട് തന്നെ ചെയ്യും. അച്ഛൻ തന്നെ ചെയ്യണം. സ്പോൺസറുകാരുണ്ടെങ്കിൽ സ്പോൺസറുകാര് കൊണ്ടുവന്ന് പൈസ കൊടുക്കും. 2500 രൂപ. അതിൽ നിന്ന് ബാക്കിയുള്ള പോരാത്ത എല്ലാം കൂടെ അച്ഛനിട്ട് എല്ലാം മേടിച്ചു തരും. ഞാൻ വെക്കുകയും ചെയ്യും. അങ്ങനെ 2500 രൂപയാണ്. എന്റെ വീഡിയോ കാണുന്നവർക്ക് ഇത് നേർച്ചയായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. 2500 രൂപ. ഇതാണ് ഇവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം. ഒരു ചെറിയ അടുക്കളയാണത്. എല്ലാ കൂട്ടം ചേച്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വലിയ പുണ്യമാണ് ചെയ്യുന്നത് ചേച്ചി. ഇവരെയും കൂടി ഒന്ന് പരിചയപ്പെടാം. അമ്മച്ചി ഇവിടെ സഹായിക്കാൻ വന്നതാ. അവിടെ ഇരുന്നോ? അവിടെ ഇരുന്നു. അമ്മച്ചിയുടെ പേരെന്താ? മേരി. ഓക്കെ. ഇവിടെ ഒരുപാട് നാളായോ സഹായിക്കാൻ തുടങ്ങി? ശരി. ഇവിടെ അടുത്താണ് വീട്? ശരി. ഓക്കെ. ഇവിടെ വേറൊരു അമ്മച്ചി കൂടി ഉണ്ട്. അമ്മച്ചി ഇവിടെ കുഴപ്പമില്ല, കയ്യൊന്നും കഴിയണ്ട അമ്മച്ചി. അമ്മച്ചിയുടെ പേരെന്താ? എലിസബത്ത് എന്നാ പേരല്ലേ? ഇവിടെ അടുത്താണ് വീട്? ശരി. ഇവിടെ തന്നെ പുറകെ തന്നെ വീട്. ശരി. ഓക്കെ. സന്തോഷമാണ് ഇവിടെ. ഓക്കെ. നിങ്ങൾ ചെയ്യുന്ന വലിയൊരു പുണ്യമാണ് ചെയ്യുന്നത്. തുടങ്ങിയ കാലം തൊട്ട് ഞാനിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ശരി. നമുക്ക് അവിടുത്തെ കരം മതിയല്ലേ? അതെ മതി. നമുക്ക് ശക്തിയുണ്ട്. ഈ കൊച്ചിന് സഹായിക്കാൻ. ശരി. സഹായിച്ചു. ഓക്കെ. ശരി അമ്മച്ചി. ഓക്കെ. അപ്പൊ ഞാൻ ഈ മറവക്കാട് വന്നപ്പം ഇവിടെ ഒരു അമ്മച്ചിയാണ് പരിചയപ്പെട്ടെ. അപ്പൊ അമ്മച്ചിയോട് ഞാൻ ചട്ടയം മുണ്ടെടുത്ത് അമ്മച്ചിമാരിപ്പോ ഉണ്ടോന്ന് ചോദിച്ചത്. അപ്പൊ അമ്മച്ചി പറയുന്നത് എന്താണെന്ന് കേൾക്കാം. അമ്മച്ചി, ഇവിടെ ചട്ടയം മുണ്ടെടുത്ത് അമ്മച്ചിമാരെല്ലാം ഉണ്ടോ? വേറെ ആരുമില്ല. ഇവിടുത്തെ വികാരി അച്ഛൻ ധാരാളം കഷ്ടപ്പെടുന്നുണ്ട് ഈ ദേവാലയത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ. അച്ഛനെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതോടുകൂടി ഞാൻ എൻ്റെ ഇവിടെ വീഡിയോ പൂർത്തിയാക്കുന്നു. നന്ദി.